ഇലക്ഷനൊക്കെ ആയില്ലേ? ഇപ്പൊ ഈ സമീറിന്റെ കട എവിടെയാ? സമീറിന്റെ കട അവിടെ. ഒരു ഭയങ്കര തിരക്കിലായിരിക്കും അല്ലേ? അഞ്ചാമത്തെ കട. ചേട്ടാ, ഈ സമീറിന്റെ കട എവിടെയാ? സമീറിന്റെ കട പറയുകയാണെങ്കിൽ അയാൾ ഭയങ്കര തിരക്കിലായിരിക്കും. പിന്നെ ഇവിടുന്ന് നാലാമത്തെ കട ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവിടുന്ന് പോവുകയാണെങ്കിൽ നാലാമത്തെ കട. സമീർക്ക ഫുൾ ബിസി ആയിരിക്കും അല്ലേ? ഇലക്ഷൻ ആയതല്ലേ, സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കല്ലേ. ഞാൻ നിങ്ങളുടെ ചിഹ്നങ്ങളൊക്കെ ഒന്ന് കാണാൻ എങ്ങനെയാ? ഇത് സാധാരണ GA ഷീറ്റാണ്, സാധാരണ ഷീറ്റാണ്. ഈ സീറ്റിൻ്റെ മുകളിൽ അരുവാൾ ചുറ്റിക്കാണ് അരുവാൾ, കൈപ്പത്തിയാണ് കൈപ്പത്തി. അത് പെൻസിൽ കൊണ്ട് വരച്ചിങ്ങാണ്ട് അത് ഈ വെട്ടിരുമ്പോണ്ട് ഈ ഉളി കൊണ്ട് മാത്രമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പ്രേ പിന്നെ റിസൾട്ടുകളാണ് ഈ ചുമരിൻ്റെ മുകളിൽ കാണുന്നത്. ഇത് വെച്ചുകൊണ്ട് സ്പ്രേ പെയിൻറ്റ് ചെയ്താൽ ഈ പ്രിൻറ്റ് ഓൾറെഡി ചുമരിൻ്റെ മുകളിലാവും. അപ്പോൾ അത് ഒരു ചിഹ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അടുത്ത ഇലക്ഷനും അതിൻ്റെ പിറ്റത്തെ ഇലക്ഷനും ഇത് ഉപയോഗിക്കുക. ഇത് കേടാവണ പ്രശ്നം വരുന്നില്ല. അതെ, ഈ വർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കോഴിക്കോട് വലിയങ്ങാടിയിൽ നിന്നും പല ഭാഗങ്ങളിലേക്ക് ഈ കൊപ്പര, അടുക്ക, ചുക്ക്, കുരുമുളക്, തേങ്ങ അങ്ങനെ പല സാധനം ഇവിടുന്ന് മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കുന്ന ചാക്കിൻ്റെ മുകളിൽ അടിക്കുന്ന പ്രിൻ്റ്, അത് ഗണ്ണിൻ്റെ മുകളിൽ പ്രിൻ്റ് ചെയ്യണത്. അപ്പോൾ ഈ ഇലക്ഷൻ ആകുമ്പോൾ മാത്രമേ ഈ കൈപ്പത്തി, അരുവാളും താമരയും ചിഹ്നങ്ങളായിട്ട് ഇവിടെ ആളുകൾ വരുന്നുള്ളൂ. പുറത്തുനിന്ന് പല ഇവിടുന്ന് ഞാൻ പറഞ്ഞില്ലേ, വയനാട്, കണ്ണൂർ, മലപ്പുറം, കോഴിക്കോട് അങ്ങനെ ആളുകൾ വരുന്നുണ്ട്. ഇപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടല്ലേ ഉള്ളൂ. ഇപ്പോൾ എന്തായാലും അടുത്ത ആഴ്ച ആകുമ്പോൾ ഒന്നുകൂടി തിരക്ക് കൂടും. ഇപ്പം തന്നെ കുറേശ്ശെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നുണ്ട്. ഈ എൻ്റെ ഇതിൽ നമ്മളെ ജനതാദളിൻ്റെ ചിഹ്നമുണ്ട്, കറ്റൻ്റെ കർഷക ശ്രീ. ആ ചിഹ്നമാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളത്. അതായത് ഈ കോർപ്പറേഷൻ്റെ ഇലക്ഷൻ വരുമ്പോഴാണ് ചിഹ്നങ്ങൾ ഒരുപാട് ഉണ്ടാവില്ലേ. പിന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള ഒരുപാട് ചിഹ്നങ്ങളുണ്ടല്ലോ, അതാണ് ഏറ്റവും കൂടുതൽ വരാം. മറ്റേത് ആകെ 3-4 ചിഹ്നങ്ങളല്ലേ ഉണ്ടാവുള്ളൂ. അതായത് ഇപ്പം പഴയമാരല്ല, പല ഡിജിറ്റലും കമ്പ്യൂട്ടറും സിസ്റ്റങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ആളുകൾ ചോദിച്ചിട്ട് ഇപ്പോൾ ഇതിലും വരുന്നുണ്ട്. പഴയ നിലപാടിൽ ആളുകൾ അന്വേഷിച്ചിട്ട് വരുന്നുണ്ട്. ഇപ്പൊ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളും ചിഹ്നങ്ങളൊക്കെ ഏതാണ്ട് തീരുമാനങ്ങളായി കഴിഞ്ഞു. അപ്പൊ ഇനി സമീറിക്കയും ഫുൾ ബിസിയാണ്. ക്യാമറ പേഴ്സൺ ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം ഗോപിക അരവിന്ദ്, മീഡിയ 1 കോഴിക്കോട്.